നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ദിവ്യ എന്നാണ്. ഞാൻ അമൃത ഹോസ്പിറ്റലിലെ ജെറിയാട്രിക്സ് വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് ആരോഗ്യപരമായിട്ട് എങ്ങനെ വാർദ്ധക്യം നമുക്ക് കാത്തു സൂക്ഷിക്കാം, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം നല്ലൊരു ആരോഗ്യപരമായ ജീവിതം ഉണ്ടാകാൻ എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പൊതുവെ വാർദ്ധക്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ വീക്കാകുക, ക്ഷീണിതനാകുക, ജോലി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ പയ്യെ ഡിപ്പെൻഡൻ്റ് ആകുക എന്നൊക്കെയുള്ള ഒരു ചിന്തയിലോട്ടാണ് പൊതുവെ നമ്മുടെ സമൂഹം പോകുന്നത്. പക്ഷേ അതിൽ ഉപരിയായിട്ട് നമുക്ക് ഇനി ചിന്തിക്കാനുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിതശൈലിയും പിന്നെ ഇപ്പം നമ്മുടെ സപ്പോർട്ട് സിസ്റ്റംസും ഒക്കെ പഴയ ഒരു ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പിൽ നിന്ന് നമ്മൾ മാറിയപ്പോൾ തന്നെ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റംസൊക്കെ ഒത്തിരി കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലും നമുക്കെങ്ങനെ സ്വയം പര്യാപ്തതയോടെ ജീവിതം നയിക്കാം, നമുക്കെങ്ങനെ ആക്റ്റീവായിട്ടിരിക്കാം എന്നുള്ളതാണ്. അപ്പം WHO പറയുന്നത് ആരോഗ്യം എന്ന് പറയുമ്പോൾ ജസ്റ്റ് രോഗമില്ലായ്മയോ അല്ലെങ്കിൽ അസ്വസ്ഥത ഇല്ലായ്മയോ എന്നുള്ളതല്ല. നമ്മുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും നമ്മുടെ സാമൂഹിക ആരോഗ്യവും എല്ലാം ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾക്ക് പൂർണ്ണമായിട്ട് ആരോഗ്യമുണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒന്ന്, അസുഖങ്ങൾ കൺട്രോളിലായിരിക്കണം. വാർദ്ധക്യം വരുമ്പം, അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് പല അസുഖങ്ങൾ വരാം. അസുഖങ്ങളുള്ളതൊരു പ്രശ്നമല്ല, അസുഖങ്ങൾ കൺട്രോളിലാണോ ഇല്ലയോ എന്നുള്ളതിലാണ് കാര്യം. അസുഖങ്ങൾ എങ്ങനെ കൺട്രോളാക്കി വെക്കാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കറക്റ്റായിട്ട് ചെക്കപ്പ് ചെയ്യണം, കറക്റ്റായിട്ട് മരുന്നുകൾ കഴിക്കണം, കറക്റ്റായിട്ട് വ്യായാമം ചെയ്യണം. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അസുഖങ്ങളുടെ ഭാഗം ഏകദേശം കെയർഡ് ഫോർ ആയിരിക്കും, അത് ടേക്കൻ കെയർ ഓഫ് ആയിരിക്കും. അതിൻ്റെ പുറമേ ആയിട്ട് നമുക്ക് മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് സന്തോഷമാകണമെങ്കിൽ നമ്മൾ മൊത്തത്തിൽ സന്തോഷത്തിലായിരിക്കണം. നമുക്ക് ഫൈനാൻഷ്യലി നമ്മൾ സ്റ്റേബിളായിരിക്കണം, നമ്മുടെ മക്കൾ ഓക്കെ ആയിരിക്കണം, നമ്മളുടെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഹാപ്പി ആയിരിക്കണം, നമ്മളോട് ആൾക്കാർ പെരുമാറുന്നത് നല്ല രീതിയിലായിരിക്കണം. അപ്പം അത് നമുക്ക് ഒരു ദിവസത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാനസികാരോഗ്യം. അപ്പോൾ അതുകൊണ്ട് വാർദ്ധക്യത്തിൽ നമുക്ക് നല്ല മാനസികാരോഗ്യം വേണമെങ്കിൽ നമ്മൾ ഇന്നേ ചിന്തിച്ചു തുടങ്ങണം. അപ്പം നമ്മൾ അതുപോലെയുള്ള ബന്ധങ്ങൾ കീപ്പപ്പ് ചെയ്യണം. നമ്മൾ ആൾക്കാരുമായിട്ട് അങ്ങോട്ട് പെരുമാറുന്ന പോലെയാണല്ലോ നമുക്ക് തിരിച്ചും വരിക. അപ്പം ആ ഒരു പെരുമാറ്റം നമ്മളിപ്പോഴേ മാനേജ് ചെയ്യാനും റിലേഷൻഷിപ്സ് കീപ്പപ്പ് ചെയ്യാനായിട്ടും ഉറപ്പാക്കണം. കാരണം അല്ലെങ്കിൽ പലപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഹെൽത്തി ആയിട്ടിരിക്കുമ്പം നമ്മൾ ബാക്കിയുള്ളവരെ പറ്റി ലീസ്റ്റ് ബോധേഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ടു എൻഗേജ്ഡ് ആകുമ്പം നമുക്ക് പ്രശ്നം എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ നാളെ നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് വിളിക്കാനോ ചോദിക്കാനോ ആളില്ലാതെ പോകുന്നു. അത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം പ്രായമായവരാണെങ്കിലും ഒറ്റപ്പെട്ട് ഓരോ വീടുകളിൽ ഇരിപ്പുണ്ട്. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ എന്നാൽ അവരോടൊന്ന് സംസാരിക്കുമെന്ന് പറയുമ്പം ഇല്ല, അവരെ ഇനി ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് വയ്യ. പക്ഷേ അവർ ഒറ്റയ്ക്കിരുന്ന് ബുദ്ധിമുട്ടുകയാണ്, അല്ലാതെ അവർ ഹാപ്പി ആയിട്ടായിരിക്കത്തില്ല അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്നു. ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ വാർദ്ധക്യത്തിൽ ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്, ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ഓവർകം ചെയ്യണമെങ്കിൽ ആൾക്കാർ തിരിച്ച് സോഷ്യലൈസ് ചെയ്യണം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണം, പറയണം, നല്ല പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം. ഇപ്പം അതിനകത്ത് ഏത് നല്ലത് ചീത്തയെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒരു വലിയൊരു കാര്യമാണ് നമുക്ക് മാനസികാരോഗ്യം കീപ്പപ്പ് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം. പെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്ത് നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് എന്തൊക്കെ ഇന്നേ ചെയ്ത് വെക്കാം എന്നുള്ളത് ആലോചിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിലും കൂടി കാൽക്കുലേറ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണം. ഹെൽത്ത് ഇൻഷുറൻസസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഇന്നത്തെ കാലത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റൊക്കെ തന്നെ വളരെ വലുതാണ്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളൊരു വീട് വാങ്ങും, നമ്മൾ സ്ഥലം വാങ്ങും, നമ്മൾ പല കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിലും നമുക്ക് നാളെ ഒരു അസുഖം വരാം എന്നുള്ളതിനെ പറ്റി നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ ആലോചിക്കണം. നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഫ്യൂച്ചറിലെ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് മക്കളെ വളർത്തുമ്പം നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ടും അതിനകത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ റെഡി ആയിരിക്കണം. കാരണം ഇന്ന് നമ്മൾ ആ ഒരു ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പലതും പിള്ളേരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് വിട്ട് കളയുമ്പം നമ്മൾ ആ വാർദ്ധക്യത്തിലെത്തുമ്പം അവരുടെ പല ചേഷ്ടകളും പല രീതികളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതാവാറുണ്ട്. അപ്പോഴും നമ്മളുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടും അവർക്കും അറിഞ്ഞുകൂടാ അത് നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെന്ന്. അപ്പോൾ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളിലും നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മക്കളുമായിട്ടാണെങ്കിലും ബാക്കിയുള്ളവരുമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് നന്നായിട്ട് ചെയ്തിരിക്കണം. കമ്മ്യൂണിക്കേഷനും ആ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. ഇനി മാനസികാരോഗ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് സാമൂഹിക ആരോഗ്യമാണ്. വാർദ്ധക്യം എന്ന് പറയുമ്പോൾ ഒരു റിട്ടയർമെൻറ്റ്. നമ്മൾ അത്രയും നാൾ ജോലി ചെയ്ത് നമ്മളുടെ പദവിയിൽ ഏറ്റവും മുകളിൽ കയറിയിട്ട് ആണ് നമ്മളൊരാൾ റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും വാസ്റ്റ് എക്സ്പീരിയൻസോടെ നമ്മൾ അത്രയും ഒരു ഇമ്പോർട്ടൻസോടെ ലൈഫിൽ നിൽക്കുന്ന ഒരു പദവിയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് റിട്ടയർ ചെയ്യുമ്പം നമുക്കൊരു പർപ്പസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ബിലോങ്ങിങ്നെസ് ഇല്ലാതെ പോകുന്ന ഒരു സന്ദർഭം പലർക്കും വരാറുണ്ട്. അപ്പം അത് വരാതിരിക്കാനായിട്ടും നമുക്ക് ഈ റിട്ടയർ ആയി കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കുള്ളത്രയും അല്ലെങ്കിൽ ഒരു വയസ്സായ ആൾ റിട്ടയർ ചെയ്യുമ്പം അയാൾക്കുള്ളത്ര അറിവ് ആ സമയത്ത് വേറെ ആർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് വേസ്റ്റായി പോകാതിരിക്കാനായിട്ടും നമുക്ക് പല പല സ്ഥലങ്ങൾ അല്ലെങ്കിൽ പല ഏരിയാസിൽ നമുക്ക് വോളണ്ടിയർ ചെയ്യാം. പല ഏരിയാസിൽ നമുക്ക് ആ സ്കില്ല് ഉപയോഗിക്കാനായിട്ടും ബാക്കിയുള്ളവരെ അത് പഠിപ്പിക്കാനായിട്ടും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ എന്നുള്ളതിലുപരി എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ആ സ്കിൽസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് സമൂഹത്തിന് ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ആ വ്യക്തിക്കും പേഴ്സണലി ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം അവരൊരിക്കലും ഒറ്റപ്പെടുന്നില്ല. അവരെപ്പോഴും സമൂഹത്ത് യൂസ്ഫുള്ളായിട്ട് ഇരിക്കും. അത് അവർക്കൊരു പേർപ്പസ് ഇൻ ലൈഫ് ആ ഒരു സമയത്തും കൊടുക്കുന്നതാണ്. അപ്പം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ബിസി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെയിനേഴ്സായിട്ട് ജോലി ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കിഷ്ടമുള്ള ജോലികൾ അല്ലെങ്കിൽ നമ്മളത്ര പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ടേംസിൽ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സജീവമായി ഇരിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ തന്നെ ആരോഗ്യത്തിന് ബെനിഫിറ്റ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സ്, നല്ല ഒരു സോഷ്യൽ സർക്കിൾ ഉണ്ടാകുക. സോഷ്യൽ സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നുകയും അവർ നമുക്ക് കുറേ പോസിറ്റിവിറ്റി തരുന്ന കുറേ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആ സാമൂഹിക ആരോഗ്യം കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാം ചെയ്യും. ഇതിൻ്റെ കൂടെ നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യണം. എപ്പോഴും ഈ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് എക്സസൈസസ് നമുക്ക് വേണം. നടക്കുന്നതെല്ലാം നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ ഓരോ മസിൽസിനും ഓരോ മസിൽ ഗ്രൂപ്പ്സിനും വേണ്ടുന്ന എക്സസൈസസ്, കുറച്ച് ചെറിയ ഭാരങ്ങളൊക്കെ എടുത്തിട്ടുള്ള എക്സസൈസ് വരെ ഡെഫിനറ്റ്ലി ചെയ്യണം. യോഗ, അതുപോലത്തെ യോഗ, ടൈച്ചി, അങ്ങനത്തെ ചില തരം എക്സസൈസസൊക്കെ കുറച്ചുകൂടി ബെനഫിഷ്യലാണ് പ്രായമായവരിൽ. അതുപോലെയാണ് ഈ വീഴ്ചകൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ബാലൻസ് എക്സസൈസസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന പല എക്സസൈസസ് ആണ്. ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ പ്രാക്ടീസ് ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വാർദ്ധക്യം ആരോഗ്യപരമാക്കി തീർക്കാൻ സാധിക്കും.